ഹായ് ഹലോ നമസ്കാരം. ഇന്ന് പാവയ്ക്കായും കൊണ്ടാണ് കേട്ടോ. പാവയ്ക്ക ചിലരൊക്കെ കയ്പ്പ് കാരണം കഴിക്കാതിരിക്കാറില്ലേ? ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്ക്. എത്ര കഴിക്കാത്തവരും കഴിക്കും കേട്ടോ. അത്രയും കയ്പ്പ് കുറവാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാവയ്ക്ക തോരൻ വെക്കാൻ ഉണ്ടാക്കുന്ന പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി വെക്കണേ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെയാണ് പരിപാടി തുടങ്ങേണ്ടത്. അരിയാൻ നേരെ പോവരുത്. എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ, നിങ്ങൾ എത്ര പാവയ്ക്കാണോ എടുക്കുന്നത് അതനുസരിച്ച് തേങ്ങ ആദ്യം ചിരകി ഈ ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ: ഇഞ്ചി. പാവയ്ക്കാത്തവരുടെ ഇഞ്ചിയൊന്നും ചിന്തിക്കേണ്ട, ഒരു കഷ്ണം ഇഞ്ചി വേണം. അപ്പോൾ ഇതൊരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തു. പച്ചമുളക് എരിവിന്, കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി ഇടാം. പിന്നെ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും. അപ്പോൾ ഇതും പൊടിയായിട്ട് അരിഞ്ഞ് ആ തേങ്ങയിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി, എന്നിട്ട് വേണേൽ പിന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനാണ്, ഇടണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് കൈ വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ ആദ്യം തന്നെ വെക്കണം. തവിയൊന്നും ഇടല്ലേ, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണേ. അതിനുശേഷം ഇതാ പാവയ്ക്ക ഞെടുപ്പെല്ലാം കളഞ്ഞ് നടുവേ ഇങ്ങനെ കീറിയിട്ട് അതിൻ്റെ അകത്ത് കുരു ഉണ്ടല്ലോ, ആ വൈറ്റ് പോർഷൻ ഫുള്ള് കളഞ്ഞിങ്ങനെ വൃത്തിയാക്കി എടുക്കണേ. അപ്പോൾ ഇത് പച്ച പാവയ്ക്ക കേട്ടോ, പച്ച കളറുള്ള പാവയ്ക്ക. നമ്മുടെ വെള്ള കളറുള്ള പാവയ്ക്കയില്ലേ, ആ പാവയ്ക്ക കിട്ടിയാലും ഇതുപോലെ തന്നെ തോരൻ വെക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഇതാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ പൊളന്നെടുത്തപ്പോൾ ഉള്ളി നിറച്ച് ചില കുരു പോവും, ചില കുരു ഇങ്ങനെ പൊട്ടിപ്പോവാതെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നടുവേ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വകഞ്ഞെടുത്താൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇനി ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ച് ഒന്നെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഒരു കാരണവശാലും ചോപ്പറിനകത്തിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ പാവയ്ക്ക. കാരണം കയ്പ്പ് പോവുമല്ലോ, ഇല്ലാത്ത കയ്പ്പും കൂടെ വരുവുള്ളൂ. അതുകൊണ്ട് ചോപ്പറിലിട്ട് പാവയ്ക്ക ഒരു കാരണവശാലും അരിയരുത്. ഒന്നെങ്കിൽ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച്, അല്ലെ ഈ ഇങ്ങനത്തെ കത്തിയില്ലേ, ഇതുകൊണ്ട് കൊത്തി അരിയില്ലേ, അങ്ങനെ വേണേൽ കൊത്തി അരിഞ്ഞ് ഉപയോഗിക്കാം കേട്ടോ. ഒരു കുഴപ്പമില്ല, അപ്പോഴും കയ്പ്പുണ്ടാവില്ല. അപ്പം ഞാനിതാ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ. പിന്നെ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും പാവയ്ക്ക കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തോരൻ വെച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓൾറെഡി പാവയ്ക്കൊക്കെ കയ്പ്പുണ്ട്. അപ്പോൾ ചില സമയത്ത് നമ്മൾ വെക്കുമ്പോൾ ഭയങ്കര കയ്പ്പായിട്ട് തോന്നില്ലേ, അതിനേക്കാളും കുറച്ച് കയ്പ്പ് കുറഞ്ഞ് തന്നെ ഇങ്ങനെ തോരൻ വെച്ച് കഴിഞ്ഞാൽ എന്താണേലും കിട്ടുള്ളൂ കേട്ടോ. പിന്നെ പണ്ട് ഇങ്ങനെ അമ്മ പറയാറുണ്ട് കേട്ടോ, പാവയ്ക്ക അരിയുമ്പോൾ മനസ്സെങ്ങനെയാണോ അതുപോലെയാണ് കയ്പ്പ് കുറയുകയും കൂടുകയും ചെയ്യാമെന്ന് കേട്ടോ. അപ്പം നല്ലത് മാത്രം ചിന്തിച്ച് പാവയ്ക്ക അരിയേ, അപ്പോഴും കുറച്ചൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സീക്രട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മൊത്തം അരിഞ്ഞെടുത്ത് ആ തേങ്ങ പീരയ്ക്കകത്തോട്ട് നമ്മൾ ഈ പാവയ്ക്കയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി കൈ കൊണ്ട് തൊടുകയും ചെയ്യരുത് കേട്ടോ. ഇനി തവി കൊണ്ട് വേണം ഇളക്കാൻ. ഇനി ഇതെല്ലാം കൂടെ തവി കൊണ്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ വെച്ചാൽ ഒട്ടും കയ്പില്ലാതെ കിട്ടും, ഷുവറാണ്. എന്നിട്ട് ഇതാ അടച്ചു വെച്ച് ഇനി വേവിക്കുക. നമ്മൾ ഒരു തുള്ളി പോലും എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഈ പാവയ്ക്കയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഈർപ്പ് ഇറങ്ങി ഈ വെള്ളത്തിൽ പാവയ്ക്ക വെന്ത് കിട്ടും. അതുകൊണ്ട് എണ്ണയും ഒഴിച്ചു കൊടുക്കണ്ട, വെള്ളവും ഒഴിച്ചു കൊടുക്കണ്ട. ഹൈ ഫ്ലെയിമിൽ വെക്കല്ലോ, തീ കുറച്ച് ചെറു തീ വെച്ച് കുറച്ച് സമയം എടുത്ത് ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ഇളക്കി കൊടുത്ത് വീണ്ടും ഇങ്ങനെ അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് പാവയ്ക്കാത്തോരൻ റെഡി ആയിട്ട് കിട്ടും. കുറച്ച് സമയം എടുത്താലും നല്ല ടേസ്റ്റോടെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും. വീണ്ടും ഞാനിത് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചു. അപ്പോഴത്തേക്ക് പാവയ്ക്കാത്തോരൻ റെഡിയായി. ഇതുണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കയ്പ്പ് പാവയ്ക്കൊക്കെ ഉണ്ട്, അതിന് ഒരു കുറച്ച് കയ്പേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒരുപാട് കയ്പൊന്നുമില്ലാതെ നല്ല ടേസ്റ്റോടെ റെഡിയായി കിട്ടി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഊതി കഴിക്കാം. എനിക്ക് പൊതുവെ പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏതൊക്കെ രീതിയിൽ ഉണ്ടാക്കി തന്നാലും ഞാൻ പാവയ്ക്ക കഴിക്കാം. അതുപോലെ തന്നെ കേട്ടോ, ഇവിടെ പിള്ളേരാണെങ്കിലും നെഞ്ചത്താണെങ്കിലും ഒക്കെ പാവയ്ക്കാത്തവരെ നല്ലപോലെ കഴിക്കുന്നവരട്ടോ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കല്ലേ. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ടാറ്റാ, ബൈ, സീ യു.